സേവ് ദ ഫീച്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു അപകടമാണ് നമ്മളെ വയനാടിൽ മുണ്ടക്കയിൽ നടന്ന അപകടം. വളരെ ഞെട്ടിപ്പിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട സഹോദരന്മാരും കൂടപ്പറപ്പുകളും അമ്മമാരും എല്ലാവരും നഷ്ടപ്പെട്ടവരുണ്ട്. വളരെ സങ്കടമായ ലോകം കണ്ട ഏറ്റവും വലിയ അപകടമാണ്. ഇവിടെ നിന്ന് 520 കിലോമീറ്റർ വയനാട് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അവിടുത്തെ ന്യൂസുകളിലും മാധ്യമങ്ങളിലെല്ലാം വാർത്ത കണ്ടപ്പം നമ്മളെ നാടിനൊരു ആപത്ത് പറ്റണമെന്ന് കണ്ടപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇവിടെ നാട്ടയം കൊണ്ട് വന്നത്. അവിടെ എത്ര എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അതിശക്തമായ മഴ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, വെള്ളപ്പൊക്കങ്ങളുണ്ടായിരുന്നു. റൂട്ട് മാറി നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് പോയത്. അപ്പോൾ റൂട്ട് മാറി നമ്മൾ വളരെ ഡേഞ്ചറായിട്ട് വണ്ടിയെല്ലാം മറിയാൻ കൊക്കയിലെല്ലാം പോയി. അങ്ങനെ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടാണ് നമ്മൾ വയനാട്ടിലെത്തിയത്. വയനാട്ടിൽ കണ്ടപ്പം നമ്മൾ പോയതും നമ്മൾ ഇവിടെ നിന്ന് 520 കിലോമീറ്റർ പോയതൊന്നുമല്ല. അതിനെയും കാട്ടി എല്ലാം നഷ്ടപ്പെട്ട് കൂടപ്പറപ്പുകളും അമ്മമാരും കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ട അവരെല്ലാം കണ്ടപ്പം വളരെ സങ്കടമുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളാണ് എനിക്കവിടെ കണ്ട കാഴ്ചകൾ. 108കളും പോണതും, ബന്ധുക്കൾ കിടന്ന് കരയണത്, സഹോദരന്മാരെ തിരക്കണത്, കൊച്ചു കൊച്ചു കുട്ടികളെല്ലാം തിരക്കണത്, അച്ഛന്മാരും അമ്മമാരും. ഓരോ വലിയ വലിയ വീടുകളും വലിയ വലിയ പള്ളികളും, ഇപ്പോൾ ക്രിസ്ത്യാനി പള്ളികളായാലും ഹിന്ദു കോവിലുകളായാലും മുസ്ലിം പള്ളികളായാലും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ജാതിയും മതമൊന്നുമല്ല നോക്കേണ്ട, മനുഷ്യത്വമാണ്. അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി എന്ന് എല്ലാ ജാതിയും മതവും നോക്കാതെ എല്ലാവരും ഒത്തൊരുമായിട്ട് നിന്ന് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ, അവിടെ ജീവങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റി. അത് പോലീസായാലും നാട്ടുകാരായാലും രാഷ്ട്രീയക്കാരായാലും. ഏറ്റവും ഞാൻ കണ്ട കാഴ്ചകൾ വളരെ മനസ്സിൽ നിന്ന് പോകണില്ല. നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കുന്നത്. അപ്പോൾ അവിടെ പോയി ചെറിയ പരിക്ക്, എൻ്റെ പരിക്കൊന്നും അല്ല എനിക്ക് വിഷയം. അവിടെ ഓരോ ജീവനും നമുക്ക് ബലപ്പെട്ടത് അവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു മൈൻഡിലാണ് നമ്മളിവിടുന്ന് പോയത്. നമ്മളെ നാടിന് ഇത്രയും വലിയൊരു അപകടം ലോകം നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഇത് ഇങ്ങനെയുള്ള, അത് പ്രകൃതി തന്ന ഒരു അപകടമാണ്. ഇനി ഇങ്ങനത്തെ ഒരു അപകടങ്ങൾ ആർക്കും നമ്മളെ നാട്ടിനും നമ്മളെ ജനങ്ങൾക്കും ഒരാപത്തും പറ്റില്ല. എല്ലാവരും അവിടെ പോയി അവിടെ കണ്ടപ്പോൾ എനിക്ക് വളരെ മനസ്സിൽ നിന്ന് പോകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞുമോളുണ്ട്, ഔന്തിക മോൾ. അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു. കുഞ്ഞുമോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ബെഡിൻ്റെ അടുത്താണ് കിടന്നത്. ഞാൻ അവിടെ 7 ദിവസം അഡ്മിറ്റായിരുന്നു നിംസിൽ. അപ്പോൾ ആശുപത്രികളായാലും നിറഞ്ഞ്, ബന്ധുക്കളെ തിരക്കി, കൂടപ്പുറപ്പുകളെ തിരക്കി. പക്ഷെ അവരൊന്നും അറിഞ്ഞില്ല അവരെല്ലാം മരണപ്പെട്ടു പോയെന്ന്. അവരെ തിരക്കി കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നു. അവരെ ഒരുപാട് ആളുകളെ. അത്രയും നല്ലൊരു നാടാണ് വയനാട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട അവിടുത്തെ സഹോദരന്മാരെ, അവിടുത്തെ ജനങ്ങളെ പെരുമാറ്റവും. അവരത്രയും നമുക്കൊരാപത്ത് വന്നിട്ടും പോലും നമ്മൾ അത്രയും കെയർ ചെയ്യണം. നല്ല മനുഷ്യരാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു അപകടം വന്നപ്പോൾ വളരെ സങ്കടം തോന്നി. അവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം വന്നപ്പോൾ ആർക്കും ഒരു അപകടം വരാൻ പാടില്ല എന്ന് ചിന്തിക്കണമെന്നാണ് ഞാൻ. അത് വളരെ സങ്കടമുണ്ട്. അവിടുത്തെ ജനങ്ങളെ സ്നേഹവും നമ്മളാ കെയർ ചെയ്തതും അത്രയും നമ്മളവിടെ വയ്യാതെ കിടന്നിട്ടും പോലും നമുക്കൊന്നിനും ഒരു കുറവും വരുത്തിക്കാതെ നമ്മൾ അത്രയും രീതിയിൽ അവർ സ്നേഹം പോലെ, അവരെ കൂടപ്പുറപ്പ് പോലെ നോക്കിയതാണ് എല്ലാവരും. അപ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വർഷമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം മനസ്സോർന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല മനസ്സോർന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ വരപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞ് തീർക്കണമെന്ന് അറിഞ്ഞുകൂടാ. രണ്ട് ബോഡി കിടക്കണല്ലേ, 2 ബോഡിയല്ലേ, 4 ബോഡി കിടക്കാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് അല്പം വന്നൊക്കെ നോക്കും. ഒരു സ്കൂട്ടറിൻ്റെ കിടപ്പാണ്. ഈ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്.
പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്.